ഹായ്, കൊച്ചിയിലൊരു കൊച്ചു ഗ്രാമമുണ്ട്, മാഞ്ഞാളി. ഈ മാഞ്ഞാളിക്കാരുടെ ഒരു വെറൈറ്റി ബിരിയാണി ഉണ്ട്. അതിൻ്റെ പേരാണ് മാഞ്ഞാളി ബിരിയാണി. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാനത് ഉണ്ടാക്കി നോക്കി, ഒരു രക്ഷയില്ലാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അതുണ്ടാക്കാം. അപ്പോൾ ഒരു 500 ഗ്രാം ചിക്കൻ എടുത്തിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമ്മളെ ചിക്കനും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അതേ ബൗളിലോട്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ആവശ്യമുള്ളതാണ്. അതും കൂടി എടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. 1 ഗ്ലാസ് ബിരിയാണി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. 3 തക്കാളി പുളിയുള്ളത്, 4 സവാള, 5-6 പച്ചമുളക്, 1 ക്യാരറ്റ്, 1 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇതുപോലെ ചീകി മാറ്റി വെക്കണം കേട്ടോ. പച്ചമുളക്, മല്ലിയിലയുടെ തണ്ടും മല്ലിയിലയും സെപ്പറേറ്റ് ഇതുപോലെ അരിഞ്ഞു വെക്കണം. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്കൊക്കെ തരാം. അപ്പം നമുക്ക് പാചകം തുടങ്ങാം. ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് ഒരു 20% നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം 20% വേവായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ. പൂർണ്ണമായിട്ട് വെളിച്ചെണ്ണ എടുത്ത് മാറ്റണം. ഈ വെളിച്ചെണ്ണ നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങിന് മൊത്തം നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുള്ളൂ. എക്സ്ട്രാ നമ്മളൊന്നും എടുക്കില്ല. അപ്പോൾ ഏകദേശം ഡ്രൈ കണ്ടീഷൻ ആകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ മസാല മിക്സ് ചെയ്ത വെള്ളമുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഒഴിക്കുക. കുറച്ച് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം ചിക്കൻ അതിലോട്ട് മുങ്ങിക്കിടക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ ഒരു 70% വരെ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ വെള്ളവും നമുക്ക് ഇതിനകത്തേക്ക് മാറ്റി ഒരു ബോളിലോട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മസാലയിലും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോറ് വേവിക്കുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യം വരും. അതിൻ്റെ അളവൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പൂർണ്ണമായി വെള്ളം മാറ്റിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് പൂർണ്ണമായിട്ടൊന്ന് പൊരിച്ചെടുക്കണം ചിക്കൻ. അപ്പോൾ ചിക്കൻ ഏകദേശം പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെയും കൂടി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൽ വെളിച്ചെണ്ണ കുറച്ചധികം വെളിച്ചെണ്ണ ഇതിലുണ്ടല്ലോ, ഈ വെളിച്ചെണ്ണ മൊത്തം നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കേണ്ട. അത് നമുക്ക് വീണ്ടും ആ വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് അതിനകത്ത് നിന്ന് കോരിയെടുക്കാം. പകുതി കോരിയെടുത്തിട്ടുണ്ട്, ബാക്കി പകുതി വെളിച്ചെണ്ണ ഇത് തന്നെ ഉണ്ട്. അതിലോട്ട് നമുക്ക് സവാള നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സവാള നന്നായിട്ട് വാടി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇതൊന്ന് നന്നായിട്ട് വാട്ടി കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഇനി തക്കാളി, നല്ല പുളിയുള്ള തക്കാളി ഇതിനകത്ത് ആഡ് ചെയ്യണം കേട്ടോ. അപ്പം നല്ല 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കല്ലുപ്പ് ചേർത്തിരിക്കുന്ന ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് തക്കാളി ഒന്ന് നന്നായിട്ട് വാടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. 2 ടീസ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മല്ലി ഇലയുടെ തണ്ട് മാത്രം നമ്മൾ ആദ്യം ആഡ് ചെയ്യണം കേട്ടോ. ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ സ്റ്റോക്ക് എടുത്തല്ലോ നേരത്തെ, അതിൻ്റെ കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി നമുക്ക് മാറ്റി വെക്കണം കേട്ടോ, അത് ആവശ്യമുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ മല്ലിയിലയും കൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇത് ഓപ്ഷണലാണ്. ഞാൻ ശകലം നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ, 1 ടീസ്പൂൺ. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് നെയ്യ് ചേർത്താൽ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. ഇപ്പം നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറ് വെക്കുന്ന സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബിരിയാണി പോട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള
ഓയിലുണ്ടല്ലോ അതും കൂടി നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് സവാള പൊരിച്ചെടുക്കണം. കുറച്ച് മാറ്റി വെച്ചിരുന്ന സവാള, അപ്പോൾ അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. പിന്നെ അതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്ത് കോരെടുത്തിട്ടോ അതിൽ തന്നെ വെക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന സാധാരണ പോലെ തന്നെ കരയാമ്പൂ, ഒരു 2 കറുകപ്പട്ട, തക്കോലം, ബേ ലീഫ്, നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ സ്റ്റോക്കിൻ്റെ ബാക്കിയുള്ളത് മൊത്തം അത് നമ്മൾ അളവ് നോക്കണം കേട്ടോ. 1 ഗ്ലാസ് അരി എടുത്തിരിക്കുന്ന ഈ ചിക്കൻ സ്റ്റോക്ക് എനിക്ക് 1 ഗ്ലാസ് കറക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1.5 ഗ്ലാസ് ടോട്ടൽ വെള്ളം ഒഴിക്കണമല്ലോ 1 ഗ്ലാസ്സിന് അരിക്ക്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു, ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഒഴിക്കുന്നതിന് മുമ്പ് ചിക്കൻ സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് അളവ് നോക്കുക, അത് കഴിച്ചിട്ടുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂടായി വെള്ളം തിളച്ച് വന്ന് അതിനകത്തേക്ക് നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതറിയാലോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ബാക്കിയുള്ള ചെറുനാരങ്ങ നീരും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് ഏകദേശം വെവായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ക്യാരറ്റ് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഫുള്ള് ക്യാരറ്റ് നേരത്തെ എടുത്തത് എടുക്കരുത് കേട്ടോ. ബാക്കിയുള്ള ക്യാരറ്റ് നമുക്ക് റൈത്തയ്ക്ക് വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ദമ്മൊന്നും ഇടില്ല കേട്ടോ ഇവരെ ബിരിയാണിക്ക്. മഞ്ഞാളി ബിരിയാണി നമുക്ക് ദമ്മിടില്ല, സെപ്പറേറ്റാണ് സെർവ് ചെയ്യുന്നത്. ഞാനപ്പോൾ അത് എങ്ങനെ സെർവ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് നമുക്ക് ഫ്രൈഡ് ഒനിയനും കുറച്ച് മല്ലിയിലയും കൂടി ഒരു ഇട്ടിട്ട് ആദ്യം തന്നെ ഇടാം. പിന്നെ അതിൻ്റെ മേലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും രക്ഷയില്ല മക്കളെ, നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് കൊതി അടക്കാൻ പറ്റിയില്ല, അപ്പം തന്നെ ഞാനത് കഴിച്ചു നോക്കിയിരുന്നു. ഒന്നും പറയാനില്ല, നല്ല റൈത്ത ഉണ്ടാക്കുന്നതും കൂടി നല്ല ടേസ്റ്റായിരുന്നു. റൈത്തയ്ക്ക് നമുക്ക് ക്യാരറ്റും കൂടി ചേർക്കും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഇനി അടിപൊളി വെറൈറ്റി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.